PC ജോർജിന് ജാമ്യമില്ല, അറസ്റ്റിന് സാധ്യത. മുസ്ലിം വിദ്വേഷ പരാമർശ കേസിൽ BJP നേതാവ് PC ജോർജിന് മുൻകൂർ ജാമ്യമില്ല. ജാമ്യം ലഭിക്കാത്തതിനാൽ ഉടൻ അറസ്റ്റുണ്ടാകാൻ സാധ്യതയുണ്ട്. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞത്. നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ കോട്ടയം സെഷൻസ് കോടതി തള്ളിയിരുന്നു. തുടർന്നാണ് ജോർജ് ഹൈക്കോടതിയെ സമീപിച്ചത്. ഈരാറ്റുപേട്ട പോലീസാണ് ജോർജിനെതിരെ കേസെടുത്തിരുന്നത്. ഈരാറ്റുപേട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ബുധനാഴ്ചയാണ് വാദം പൂർത്തിയായത്. ടെലിവിഷൻ ചാനൽ ചർച്ചയ്ക്കിടെയാണ് PC ജോർജ് വിദ്വേഷ പരാമർശം നടത്തുന്നത്. ഇതിൽ പോലീസ് കേസെടുത്തതോടെയാണ് PC ജോർജ് കോടതിയെ സമീപിച്ചത്. കോട്ടയം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത് ചോദ്യം ചെയ്താണ് PC ജോർജ് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. വിവാദ പരാമർശം അബദ്ധം പറ്റിയതാണെന്ന് ഹർജി പരിഗണിക്കുന്നതിനിടെ PC ജോർജ് കോടതിയെ അറിയിച്ചത്. PC ജോർജ് നീണ്ടകാലം പ്രവർത്തന പാരമ്പര്യമുള്ള മുതിർന്ന രാഷ്ട്രീയ നേതാവാണെന്നും എന്നാൽ അബദ്ധത്തോടബദ്ധമാണ് PC ജോർജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അഭിപ്രായപ്പെട്ടിരുന്നു. PC ജോർജ് നിരന്തരം ജാമ്യവ്യവസ്ഥ ലംഘിച്ചുവെന്നതിനാൽ മുൻകൂർ ജാമ്യം നൽകില്ല എന്നാണ് സിംഗിൾ ബെഞ്ച് സ്വീകരിച്ച നിലപാട്. അല്ലെങ്കിൽ കീഴടങ്ങാൻ നിർദ്ദേശം നൽകുമെന്നും ഹൈക്കോടതി വാക്കാൽ വ്യക്തമാക്കിയിരുന്നു. PC ജോർജ് മുമ്പും മതവിദ്വേഷം വളർത്തുന്ന കുറ്റം ചെയ്തിട്ടുണ്ടെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. ജനുവരി 5-ന് ടെലിവിഷൻ ചാനൽ ചർച്ചയ്ക്കിടെ മുസ്ലിം സമുദായത്തിനെതിരെ PC ജോർജ് നടത്തിയ പരാമർശമാണ് കേസിന് ആധാരം. മതവിദ്വേഷം ഗുരുതര കുറ്റകൃത്യമാണെന്നും വിദ്വേഷ പ്രസംഗങ്ങൾ ആവർത്തിക്കുന്നവർക്ക് നിർബന്ധിത ജയിൽ ശിക്ഷ ഉറപ്പാക്കണമെന്നും കോടതി അഭിപ്രായപ്പെട്ടിരുന്നു. ഇത്തരം കുറ്റകൃത്യം ചെയ്യുന്നവർ പിഴയടച്ച് രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്നും കോടതി അഭിപ്രായപ്പെട്ടു.